പാനൂർ സ്ഫോടന കേസിൽ രണ്ടുപേർ കൂടി കസ്റ്റഡിയിലാണ്. അമൽ, മിഥുൻ എന്നിവരാണ് പിടിയിലായത്. സജോ ദേവസ്യ വിവരങ്ങൾ. സജോ, എം വി ഗോവിന്ദനടക്കം എല്ലാവരും പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാന്ന് എന്താണ് വളരെ ഷാർപ്പായി പറയുമ്പോൾ പോലും CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആ വീടുകളിലേക്ക് പോകുന്നതും സഹകരിക്കുന്നതിനെയും പ്രാദേശിക പാർട്ടി വിശദീകരിക്കുന്നത് എങ്ങനെയാണ് സജോ? ഹാഷ്മി, ഇത് വെറുമൊരു ബോംബല്ല, അത് രാഷ്ട്രീയ ബോംബാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. പാർട്ടി പലതവണ ആദ്യഘട്ടം മുതൽ ആവർത്തിച്ച് പറയുന്നുണ്ട് യാതൊരു ബന്ധവുമില്ല എന്ന്. മാത്രമല്ല, ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അതിന് മുൻപ് ഏരിയ സെക്രട്ടറിയും ഇന്ന് P ജയരാജനും ഒക്കെ ആവർത്തിച്ച് പറയുന്നത് ഞങ്ങളുടെ സഖാക്കളെ ആക്രമിച്ച കേസിലെ പ്രതികളാണവർ. അങ്ങനെയെങ്കിൽ അങ്ങനെ പ്രതികളായവരുടെ വീട്ടിൽ എന്തിനാണ് പാനൂർ ഏരിയ കമ്മിറ്റി അംഗവും ചെറുവാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗവും ഒക്കെ പോകുന്നത്? അവർ വെറും പ്രാദേശിക നേതാക്കളല്ല, പാർട്ടിയിൽ നല്ല സ്വാധീനമുള്ള ആളുകളാണ്. A അശോകൻ നേരത്തെ BJP-യിൽ നിന്ന് CPM-ലെത്തി. CPM-ലെ പ്രധാനപ്പെട്ട ചുമതലകളിൽ കർഷക സംഘത്തിൻ്റെ അടക്കം കമ്മിറ്റികളിലുള്ള ആളാണ്. ലോക്കൽ കമ്മിറ്റി ചെറുവാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗമാണ്. സുധീർ കുമാർ പാനൂർ ഏരിയ കമ്മിറ്റി അംഗമാണ്. ഇവർ രണ്ടുപേരും സംസ്കാര ചടങ്ങുകളിലല്ല പങ്കെടുത്തത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി കോഴിക്കോട് നിന്ന് വീട്ടിലേക്ക് എത്തിക്കുന്നതിന് തൊട്ട് മുൻപ് അവർ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയാണ് ചെയ്തത്. അതിൽ പക്ഷേ നേതൃത്വം പറയുന്നത് ആരെങ്കിലും വ്യക്തിപരമായി പോവുകയാണ് ചെയ്തത്, മറ്റ് നേതാക്കൾ ആരും പോയിട്ടില്ല എന്ന തരത്തിലാണ് അവർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ബന്ധമൊന്നുമില്ല, ആരെങ്കിലും സ്വന്തം നിലയ്ക്ക് പോയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് അറിവില്ല എന്നൊക്കെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. MLA പക്ഷേ ഘടകകക്ഷി നേതാവാണ്. MLA അവിടുത്തെ മണ്ഡലത്തിൽ ഒരു സംഭവം ഉണ്ടായി, മരണാനന്തര ചടങ്ങ് നടക്കുമ്പോൾ വീട്ടിൽ സാധാരണ MLA-മാർ പോകുന്ന പതിവുണ്ട്, ആ നിലയ്ക്ക് പോയി എന്നാണ് അദ്ദേഹം നേരിട്ട് വിശദീകരണത്തിന് അദ്ദേഹത്തെ നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ അവിടുത്തെ LDF നേതാക്കൾ വിശദീകരിച്ചത്, P ജയരാജൻ അടക്കം വിശദീകരിച്ചത് MLA എന്ന നിലയ്ക്ക് അദ്ദേഹം അവിടെ പോയിട്ടുണ്ടാവും, അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ടാകുമെന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഈ വിഷയത്തിൽ പാർട്ടിയുടെ വാദങ്ങൾ ഒന്നും നിലനിൽക്കുന്നതല്ല, അതൊക്കെ പൊളിയുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ്. ഒപ്പം ഇതിൽ വലിയ വിപുലമായ ആസൂത്രണം നടന്നു എന്നതിൻ്റെ തെളിവുകളാണ്. അതിൽ എന്തിനു വേണ്ടി ബോംബ് നിർമ്മിച്ചു, ആർക്ക് വേണ്ടി നിർമ്മിച്ചു, എന്താണ് ലക്ഷ്യം എന്നുള്ള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകാതെ, അതായത് ഗൂഢാലോചനയുടെ കൂടുതൽ തലങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാതെ പോലീസ് അന്വേഷണം അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന രാഷ്ട്രീയ ആരോപണം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇതുവരെ പോലീസ് ഐഡന്റിഫൈ ചെയ്തിരുന്നത് യഥാർത്ഥത്തിൽ 10 പേരാണ്. 10 പേർ ഉണ്ടായിരുന്നു അവിടെ, കൊല്ലപ്പെട്ട ഷെറിനടക്കം 10 പേർ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ഇതിന് കൂടുതൽ പേരുടെ പിന്തുണയും സഹായവും ലഭ്യമായിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിനിടെ നിലവിൽ പോലീസ് 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്, ഒരാൾ കൊല്ലപ്പെട്ടു. അതുകൂടാതെ ഇപ്പോൾ 2 പേർ കൂടി, അതായത് ഒരാൾ ഗൂഢാലോചനയിൽ പങ്കാളിത്തമുള്ള ആളാണ്, എല്ലാവരും പാനൂർ സ്വദേശികളാണ്. രണ്ടാമത്തെ ആൾ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുള്ള ആളാണ്. രണ്ടുപേരും പാനൂർ സ്വദേശികളാണ്. അമൽ ബാബു, മിഥുൻ പക്ഷേ ബംഗളൂരുവിലാണ്. നേരത്തെയും അവിടെ ചില സംഘർഷങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ സാന്നിധ്യം ഉണ്ടായിരുന്ന ആളാണ് മിഥുൻ ബംഗളൂരുവിൽ നിന്ന് തന്നെ ഈ ബോംബ് നിർമ്മാണത്തിൻ്റെ ഭാഗമായ ആസൂത്രണത്തിൽ പങ്കാളിയായി എന്നതാണ്. അതായത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ത് എന്ന് പോലീസ് ഔദ്യോഗികമായി വിശദീകരിച്ചിട്ടില്ല. അവിടെയുള്ള ചില സംഘർഷങ്ങളുടെ തുടർച്ചയായ ആസൂത്രണം എന്ന പ്രാഥമിക നിഗമനമാണ് പോലീസ് നേരത്തെ പങ്കുവച്ചത്. പിന്നീട് ഒരു വിശദീകരണത്തിലേക്ക് പോയിട്ടില്ല. അതായത് വളരെ വിശദമായ ഒരു ആസൂത്രണം ഉണ്ടായിരുന്നു. ബോംബുകളുടെ ഒരു ശേഖരം തന്നെ ഉണ്ടാക്കുക, അത് ആക്രമണത്തിനായി ഉപയോഗിക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു. കാരണം അങ്ങനെയല്ലെങ്കിൽ ബംഗളൂരുവിൽ നിന്നടക്കം ഈ ബോംബ് നിർമ്മാണത്തിന് വേണ്ടി ഫോൺ വഴിയുള്ള ആശയവിനിമയം അടക്കം ഓൺലൈൻ വഴി ചില സ്ഫോടക വസ്തുക്കൾ ഓർഡർ ചെയ്തതിലടക്കം പങ്കാളിത്തമുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ആശുപത്രിയിൽ നിസാര പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുന്ന 2 പേരുണ്ട്, അവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അമലിൻ്റെയും മിഥുൻ്റെയും, അമൽ ബാബു, മിഥുൻ എന്നിവരുടെ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഇരുവരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ACP വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. അറസ്റ്റിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഹാഷ്മി, അപ്പോൾ ആ ബോംബ് അത് രാഷ്ട്രീയ ബോംബായി വികാസം പ്രാപിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് കാലം അല്ലെങ്കിൽ കൂടിയും എന്തെങ്കിലും ഈ ബോംബിങ്ങനെ ഉണ്ടാക്കി കൂട്ടുന്നത് ഏതെങ്കിലും ചാരിറ്റി പ്രവർത്തനത്തിനല്ല, വിധ്വംസക പണിക്കാണ്. എന്തിനാ ബോംബുണ്ടാക്കി, ആരൊക്കെയാണ് പിന്നിൽ, രാഷ്ട്രീയ ബന്ധമുണ്ടോ തുടങ്ങിയത് അന്വേഷണത്തിൽ വ്യക്തമാകട്ടെ.